എന്താ? ഒബ്ലാഞ്ചസ് ടെക്ലിപ്തോസ്. ഒബ്ലാഞ്ചസ് ടെക്ലിപ്തോസ്. എന്താ എന്താ വേണ്ടേ? സുനന്ദേച്ചില്ലേ? എന്തിനിപ്പോ സുനന്ദേച്ചി? ചേച്ചി എന്താ? ആ ഇനി മതി, അകത്തേക്ക് കയറിപ്പോ. നീ അല്ലേ സുനന്ദ പറഞ്ഞു 1 മണിക്കൂർ വ്യായാമം ചെയ്യണമെന്ന്? പറഞ്ഞനുസരിച്ചാ മതി. അകത്തേക്ക് കയറിപ്പോണ്ട് മനുഷ്യ. ഇതാ നന്നായി. ഓരെ കണ്ടാല സുരേഷിനെ പോലെ പല്ലിച്ചങ്ങ് നിന്നോളൂ. എന്താടി? മോരുണ്ടെങ്കിൽ നാഴി മോര്. ഇവിടെ മോരൊന്നും ഇല്ല. പറഞ്ഞത് മനസ്സിലായില്ലേ? ഇവിടെ ഇല്ല. എന്താടി മോര്? ഇത്തിരി മോര് കൊടുക്കാറുന്നില്ലേ അടുത്തേ? എന്താ? ഏയ് ഒന്നുമില്ല. ആ ആരെടുത്തിയോ? കണ്ട മോര്. ആ പോയി. സുനന്ദക്ക് ഇപ്പോഴും എന്റെ സംശയിക്കണല്ലോ. പെണ്ണുങ്ങൾ കണ്ടാ വിടുവോ? ഞാൻ നടക്കാൻ പോകുമ്പോ ഇടയ്ക്ക് കാണും. ആ പാടത്തിനടുത്ത വീട് ഒറ്റയ്ക്ക ഒരു വീട്ടില് രാത്രി. ആ പാവം. ടെക്ലിപ്തോസ്. ഇതാ എവിടുത്തെ അരണ്യം? ഇവിടെ ജീവനുള്ള അരണ്യങ്ങളൊന്നുമില്ല അല്ലേ ചേച്ചി? ഇത് നീ ഇതോടി കാണിച്ചു തരട്ടെ. ഇതെന്താ കുളത്തിലെ കളി? പോ 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 പോ. എനിക്ക് നീന്തേണ്ട നേരായി. അയ്യോ ഞങ്ങളുടെ അരണ്യങ്ങള്. അരയന്നങ്ങളാ? എവിടെ? ദാ. ഓ ഇതാണ് അരയന്നങ്ങള്. ചെറിയച്ചാ എന്താ ഇത്? പാവം ശൈത്താൻ. ഏലം ഏലം ഏലേലം. നീന്താൻ അറിയില്ല സാധനത്തിന്. ഹിപ്പോപ്പൊട്ടാമസിനെ പോലെ ഉണ്ട്. ആഹാ ആഹാ ഈഹി. ഒരു തമാശ ആയിട്ട് തരട്ടെ. എന്താടി ഞാൻ പഠിപ്പിക്കാൻ നീന്താൻ. നിന്റെ ചെറിയമ്മ അരച്ചിട്ട് പറ്റിട്ടില്ല. പിന്നെയാണ് നീ അയ്യോ ഓടി വന്നേ. അയ്യോ ചത്തുപോകും. ഇത്തിരി വെള്ളം കുടിക്കട്ടെ. അപ്പൊ നീടാ അസത്ത്. ഇനി അവളുടെ ഡമ്പ് കാണണ്ടല്ലോ. വഴക്കിട്ട് പോവാ. എന്താ നിന്നെ ബോധിപ്പിക്കണോ? എനിക്ക് തോന്നണത് ഇത് രവിയേട്ടന്റെ സൂത്ര. ഓരോരുത്തരായിട്ട് ഇവിടുന്ന് ഓടിക്കാലോ. അല്ലെങ്കിൽ വെറുതെ ഒരു പെണ്ണിന്റെ മുറി കയറി ഇങ്ങനെ ഒരാൾ നോക്കി നിൽക്കോ. ഒന്ന് തൊടുവെങ്കിലും ചെയ്യില്ലേ? അതൊരു പോയിന്റ് ആണല്ലോ. ഉടനെ രാജേട്ടന് വിവരം അറിയിക്കണം. വണ്ടി ഇറക്കണോ? നീ പോടാ അവിടുന്ന്. ദേ ഇവന്റെ മുമ്പിൽ വെച്ചൊന്ന് പറയണ്ടേട്ടോ. ഇവൻ അമ്മയുടെ സീഡിയാ. ഇങ്ങനെ വന്നേ. രവി, ഇത് കുടുംബം കൊളാവണ പ്രശ്ന. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പക്ഷേ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അതിനൊരു നല്ല മരുന്നുണ്ട്. ചുട്ടടി. ഈ പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ടാൽ മാത്രം പോരാ, ചോദിക്കാനും പറയാനും ആളുടെ തോന്നിപ്പിക്കണം. അല്ലെങ്കിൽ പോക്കാ. അവൻ വന്നതിന് ശേഷം ഞാൻ സൂചനകൾ വരാത്ത. അങ്ങോട്ട് പോയില്ലെങ്കിൽ എന്താ, ആളുകൾ ഇങ്ങോട്ട് അന്വേഷിച്ചു വരുന്നുണ്ട്. നീ വരാത്തോണ്ടാ ഇവൾക്ക് പരിഭവം. രവിമാമയല്ല, ദാ കിഴക്കേ വഴി കൂടെ വരുന്നുണ്ട് ഒരാള്. ആരാ? ഗീതമ്മയുടെ ഹീറോ സുരേഷോ? എന്തിനാണാവോ? ഒരു കാര്യം ചെയ്യേ, നീ അങ്ങോട്ട് മാറി നിന്നു. അവന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാലോ.
അല്ല ആരാ അത്? നിങ്ങളുടെ വഴിയൊക്കെ അറിയോ? അതിന് ശ്രീധരമാമയ്ക്ക് ഞങ്ങളെ ഒന്നും വേണ്ടല്ലോ. വാ വാ കേറിയിരിക്ക്. എന്താ? ഞാൻ ഇത്തിരി ടെൻഷനില്ല. അറിയാം, കാര്യങ്ങളൊക്കെ ഒപ്പം പറയുന്നുണ്ട്. അറിഞ്ഞോ? ഉം. ഇയാളെയൊക്കെ ചാട്ടവാറിനടിക്കല്ലേ വേണ്ടത്? സ്വന്തം അനിയന്റെ ഭാര്യ. ആ അതൊക്കെ പോട്ടെ പോട്ടെ പോട്ടെ. ശരിയാ, നമ്മൾ മാന്യന്മാർക്ക് സംസാരിക്കാൻ പറ്റിയ വിഷയമല്ല. ആ സുരേഷ് ഇപ്പൊ എന്താ അങ്ങോട്ട് പോന്നേ? വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനാ. ആ പറയാനുള്ളത് രവിയളിയനോടാ. ഓ. അയാളോട് ഞാനിനി സംസാരിക്കില്ല. അതുകൊണ്ട് ശ്രീധരമാമ പറയണം. എന്താ കാര്യം? അയാളുടെ വിരട്ടലൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. ഓ. എന്നോട് കളിച്ചാൽ കളി ഞാൻ പഠിപ്പിക്കും. പെങ്ങൾ ഇവിടെ വീട്ടിൽ നിൽക്കും, ഞാൻ കളഞ്ഞിട്ട് എന്റെ പാട്ടിന് പോകും. എനിക്ക് വേറെ കിട്ടും പെണ്ണ് അല്ലേ? പിന്നെ ആ ആ രവിയല്ലേ വരണത്? ഏ? ആ എവിടെ? ആ വരുമ്പോ കൂടെ വരണ്ട്. നീ ഒരു കാര്യം ചെയ്യേ, അകത്തി എന്നിരുന്നു. ഇപ്പൊ നിങ്ങൾ തമ്മിൽ കാണണ്ട. ശരിയാ, ഇപ്പൊ ഞങ്ങൾ തമ്മിൽ കണ്ടാൽ ശരിയാവില്ല. വെറുതെ വല്ലതും ചെയ്തു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം. ആ വലത്തോട്ട് പോയിട്ട് ഇടത്തെ ഭാഗത്തേക്കുള്ള മുറി. ആ ആ അതന്നെ 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 അതന്നെ. രവി, അളിയന്മാരോടൊക്കെ പെരുമാറ. ഏലം ഏലം ഇയാളെന്താ ഇവിടെ നിൽക്കണേ? ചത്ത് ജീവിക്കുന്നയാൾക്ക് പിന്നെയും ചാവാൻ പേടി. ചത്ത് ജീവിക്ക്, അതെന്താ? അതല്ലേ നിങ്ങളിപ്പോ ചെയ്യുന്നേ? ചത്ത ശവം പോലെ ജീവിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് എന്തുണ്ട്? നിങ്ങൾ ആരാ? ഞാൻ ആരാ? ആ. അഡ്വക്കേറ്റ് ഗംഗാധര മേനോൻ. എന്ന് അളിയൻ മാത്രം പറയും, ബാക്കിയുള്ളവർക്കൊക്കെ സുനന്ദയുടെ ഭർത്താവ്. അതെനിക്ക് സന്തോഷാ. സുനന്ദ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടാ. എന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടേ. സ്നേഹം എന്ന് പറയുന്നത് ഇതല്ല. സ്നേഹമുണ്ടെ പരിഭവം ഉണ്ടാവും, പിണക്കുണ്ടാവും, ദേഷ്യം ഉണ്ടാവും. തെറ്റ് കണ്ടാൽ ശാസിക്കും, തിരുത്തും, ചിലപ്പോൾ അടിക്കും. അടിക്കേ? ആ, ചില കാര്യങ്ങൾക്ക് അതും ഒരു നല്ല മരുന്നാ. ഉപദ്രവിക്കാനല്ല, തിരുത്താൻ. ഈ ലോകത്ത് നമ്മൾ ആരെങ്കിലും എന്തിനെങ്കിലുമൊക്കെ പേടിക്കണം. പേടിയുണ്ടല്ലോ എനിക്ക്. അത് സുനന്ദയല്ലേ? ആ. ആ പേടിയല്ല ഞാൻ പറയുന്നത്. ഈശ്വരനെ പേടിക്കണം, ഗുരുവിനെ പേടിക്കണം, ചില കാര്യങ്ങൾക്ക് അമ്മയെ പേടിക്കണം, അച്ഛനെ പേടിക്കണം, ഭാര്യയെ പേടിക്കണം, മക്കളെ പേടിക്കണം. അല്ലെങ്കിൽ കുത്തഴിഞ്ഞു പോകും ജീവിതം. അളിയനും അളിയന്റെ അനിയനും കൂടെ അല്ലേ കോടതി പ്രാക്ടീസ് ചെയ്തിരുന്നത്? പിന്നെന്താ നിങ്ങൾ പിരിഞ്ഞത്? അത് സുനന്ദക്ക് ഇഷ്ടമല്ല. നിങ്ങൾ രണ്ട് കുടുംബങ്ങളും ഒന്നായിട്ട് ഒരിടത്തല്ലേ താമസിച്ചിരുന്നത്? അവിടെ നിന്ന് എന്താ പോകുന്നത്? അത് സുനന്ദക്ക് ഇഷ്ടമല്ല. ഇനി നാളെ സുനന്ദയ്ക്ക് അളിയനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അളിയൻ എന്ത് ചെയ്യും? അപ്പൊ ഈ കുളത്തില് ഈ ട്യൂബ് ഇല്ലാണ്ട് അങ്ങോട്ട് ചാടുക.